السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. കുടുംബബന്ധം ചേർക്കുക, കുടുംബങ്ങളോട് നല്ല നിലക്ക് സ്നേഹത്തോടെ സന്തോഷത്തോടുകൂടെ വർത്തിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. കുടുംബബന്ധം വിച്ഛേദിക്കുക, കുടുംബബന്ധം മുറിച്ചു കളയുക ഏറ്റവും വലിയ മഹാപാപമായിട്ട് നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബബന്ധങ്ങൾ എപ്പോഴും നല്ല സൗഹാർദ്ദത്തിലും സന്തോഷത്തിലും കഴിഞ്ഞുകൂടണം. ഒരിക്കലും അതിന് വിഘാതം സൃഷ്ടിക്കുന്ന ഒരു പ്രവർത്തനങ്ങൾ, ഒരു ചിന്ത, ഒരു വാക്ക് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായിക്കൂടാ എന്ന് വളരെയധികം കർശനമായി വിശുദ്ധ ഇസ്ലാം നമ്മോട് ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. എത്രത്തോളമെന്ന് വെച്ചാൽ നമ്മളെ കുടുംബങ്ങൾ, നമ്മുമായി ബന്ധപ്പെട്ട ആളുകൾ, അവർക്ക് നമ്മളെ ഭാഗത്തുനിന്ന് വല്ല സഹായവും ആവശ്യമായിട്ടുണ്ടെങ്കിൽ നാം അത് കണ്ടറിഞ്ഞ് അവരെ സഹായിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും ബാധ്യതയാണ്. നമ്മളിൽപ്പെട്ട എത്രയോ ആളുകളുണ്ടാകും സാമ്പത്തികമായി വലിയ പ്രയാസപ്പെടുന്നവർ, ചികിത്സയ്ക്ക് വേണ്ടി വലിയ വിഷമം നേരിടുന്നവർ, അതുപോലെ മക്കളെ വിവാഹത്തിന് അവർക്ക് വേണ്ടുന്ന വസ്തുക്കൾ വാങ്ങാനൊക്കെ പ്രയാസപ്പെടുന്നു. ഇങ്ങനെ ഒരു മനുഷ്യ ജീവിതത്തിൽ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അത്തരം ആവശ്യങ്ങൾക്ക് സാമ്പത്തികമായി കഴിയാതെ പ്രയാസപ്പെടുന്നവർ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ രക്തബന്ധത്തിലുണ്ട് എങ്കിൽ അവരെ നാം കണ്ടറിഞ്ഞ് നമ്മളെക്കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള സഹായങ്ങൾ, സഹകരണങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇനി നമുക്കും അവരെ പോലെ സാമ്പത്തികമായി കഴിവില്ലാതെ പ്രയാസപ്പെടുന്നവരാണ് എങ്കിൽ അവരോട് നല്ല വാക്ക്, ഒരു സ്വാന്തനത്തിൻ്റെ വാക്ക് പറഞ്ഞിട്ടെങ്കിലും അവരെ ആ കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ഇമാം തബറാനി റളിയല്ലാഹു തആല അൻഹു, അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചത്. വല്ലു അർഹാമക്കും, നിങ്ങൾ കുടുംബബന്ധങ്ങൾ അത് നട്ടു നനച്ചുകൊണ്ടിരിക്കണം. വലോ ബിസ്സലാം, ഒരു സലാം പറഞ്ഞുകൊണ്ട്, കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞവർക്ക് സലാം പറഞ്ഞുകൊണ്ടാണെങ്കിലും അവരോടുള്ള ആ കുടുംബബന്ധം എപ്പോഴും അത് ദൃഢമാക്കിക്കൊണ്ടിരിക്കണം. അതെപ്പോഴും നാം ഊട്ടിയുറപ്പിച്ചു കൊണ്ടിരിക്കണം. ഒരിക്കലും നമ്മുടെ ഭാഗത്തുനിന്ന് കുടുംബബന്ധം വിച്ഛേദിക്കേണ്ടി വരുന്നൊരു വാക്കോ ഒരു പ്രവർത്തനങ്ങളോ ഒന്നും ഉണ്ടായിക്കൂടാ എന്നുള്ള ശക്തമായ താക്കീത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരവധി ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബബന്ധങ്ങൾ അത് ചേർക്കുന്ന വിഷയത്തിൽ നാം എപ്പോഴും പ്രത്യേകം ശ്രദ്ധാലുക്കളായിരിക്കണം. നമ്മളാൽ കഴിയുന്ന രൂപത്തിലുള്ള വാക്കുകൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട് മറ്റു രൂപത്തിലുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വന്നും പോയും സുഖാന്വേഷണങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടും ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ആ നല്ല സന്തോഷമുള്ളൊരു കുടുംബജീവിതം, നല്ലൊരു കുടുംബാന്തരീക്ഷം, ഒരു സൗഹൃദം, കുടുംബബന്ധങ്ങൾ നമുക്ക് ഊട്ടിയുറപ്പിക്കാൻ നമ്മളെ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സ്വീകരിക്കുന്ന രൂപത്തിൽ ആത്മാർത്ഥതയോടുകൂടെ കുടുംബബന്ധങ്ങൾ ചേർക്കാനുള്ള വലിയ വിശാലമായ ഒരു തൗഫീഖും സന്മനസ്സും അല്ലാഹു നമുക്കൊക്കെ നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.